ശിവജി പോയത് തന്നെ അമ്മു. ഒരു കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട്, കാസർഗോഡിന് പോകുന്നു. സദാനന്ദ ഷെട്ടിയുടെ അടുത്തോ? അങ്ങോട്ടായിരിക്കണല്ലോ. ഈ വയ്യാത്ത അവസ്ഥയില് ഇനി അവരുടെ കയ്യിലെങ്ങാനും പെട്ടുപോയാ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, എല്ലാറിയുന്ന ആളല്ലേ. നരിമടയിലേക്കാ ചെന്ന് കയറുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. ആരുണ്ട് അർജുനേട്ടാ ഒരു സഹായത്തിന്? ഒറ്റയാന്മാരായിട്ട് ജീവിക്കുന്നവരെ പറ്റി നമ്മൾ അങ്ങനെയൊന്നും ആശങ്കപ്പെട്ടിട്ട് ഒരു കാര്യമില്ലാമോ. അർജുനേട്ടൻ ഫോണിൽ വിളിച്ചു നോക്കിയോ? അത് സ്വിച്ച് ഓഫ്. അങ്ങനെയല്ലേ ചെയ്യൂ. നമ്മൾ വിളിച്ചാൽ കിട്ടരുതല്ലോ. ഫോൺ വെച്ചോ അമ്മു, എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരി. ആ കുത്ത് കിട്ടിയതിന്റെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ടില്ല ആന്റി. തന്നെത്താൻ നോക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ടാണല്ലോ പോയത്. സാരമില്ല, നമുക്കറിയാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ആണുങ്ങളല്ലേ അവര്, എന്തേലും കണക്ക് കൂട്ടലുകളും ഉണ്ടാവും. കാസർഗോഡ് എത്താറായി. എത്തിയെന്ന് പറയൂ. 3 കിലോമീറ്റർ പോകാൻ ജെയിംസിന് 1.5 മിനിറ്റ് പോരെ? ഇനി വേണം ഞാൻ ഡ്രൈവ് ചെയ്യാം? വേണ്ട, പുറത്തെ മുറിവ് ഭേദമാകുന്നതിന് മുമ്പ് ശിവജി ഇതിനെ ഇറങ്ങി തിരിച്ചത് സാഹസമായിപ്പോയി. ഇനിയിപ്പോൾ ഡ്രൈവിംഗ് കൂടെ വേണ്ട. നമ്മുടെ സാഹസങ്ങൾ വരാനിരിക്കുന്നില്ലല്ലോ ജെയിംസേ. പറഞ്ഞു കേട്ടിടത്തോളം സദാനന്ദ ഷെട്ടി വെറും പൂച്ചക്കുട്ടിയൊന്നും അല്ലല്ലോ. നമുക്ക് നോക്കാം, വരൂ. അതാണ് സദാനന്ദ ഷെട്ടിയുടെ വീട്. തമ്പി സാബ് ബന്ദിപ്പൂരിലേക്ക് പോയ ദിവസം ഇയാളുടെ XUV ബന്ദിപ്പൂർ ബാസിലാവാടി റോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് പാണത്തൂരിൽ നിന്ന് അന്നേ ദിവസം ആ കാറ് ബന്ദിപ്പൂർ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില ഗൂഢോദ്ദേശങ്ങളുണ്ടായിരിക്കും. അത് തീർച്ചയല്ലേ? ആ ഒരു സാധ്യത വെച്ചാണ് ഞാൻ ഇത്രയിടം വരെ എത്തിയത്. അയാൾക്ക് സുള്ളിയിൽ എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെയുണ്ട്. അതുകൂടാതെ സേലം പാട്ടും കാഞ്ഞങ്കാട്ടും അയാൾക്ക് വസ്തുവകകളുമുണ്ട്. രാഷ്ട്രീയത്തിലും അധികാര സ്ഥാനങ്ങളിലുമൊക്കെ നല്ല പിടിപാടാ. ഒരിടത്തുനിന്ന് ഒരു സഹായവും അയാൾക്കെതിരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന് ചുരുക്കം, അല്ലേ? അയാൾക്കത് മാത്രമല്ല, പരമാവധി എതിർപ്പും ഉപദ്രവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ തടി രക്ഷിക്കണം. അതിനിടയ്ക്ക് ഉദ്ദേശിച്ച കാര്യവും നടക്കണം. സാരമില്ല, നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി വരും. ഇന്ന് പകൽ മുഴുവൻ ഷെട്ടിയുടെ വീടും പരിസരവും വാച്ച് ചെയ്യണം. അയാൾ എവിടെ പോകുന്നു, അയാളെ കാണാൻ ആരെല്ലാം വരുന്നു, അവരെങ്ങോട്ട് പോകുന്നു എന്നെല്ലാം നോക്കണം. ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാനും പാടില്ല. ഗോപാൽ നായിക്ക് എത്തിയിട്ടില്ലേ? ഇല്ല, എത്തിയിട്ടില്ല.
ഞാൻ അവനെയും കാത്തുവിടെ നിൽക്കണോ? ഉടനെ എത്തും. എന്താണ് വൈകിയത്? ഞാൻ സുള്ളിയേക്ക് പോയിട്ട് വരിക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പോലീസ് പട്രോൾ ജീപ്പ് അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ഇനി ശല്യമൊന്നുമില്ല. ആ, വണ്ടി കയറി. എന്താ ഇങ്ങനെ പോകുന്നത്? അവര് പുറപ്പെട്ടു. ഇപ്പോഴേ? ആ, ഇപ്പൊ തന്നെ വൈകി. സുള്ളിലേക്ക് ഇവിടുന്ന് കുറെ ദൂരമുണ്ട്. റോഡ് വളരെ മോശമാ. എന്നാ നമുക്ക് പുറപ്പെടാം. ആ, നമ്മൾ വളരെ പിന്നീന്ന് പോയാൽ മതി. സംശയത്തിന് ഇട കൊടുക്കണ്ട. ശരിയാ. നീ എവിടെയാ? അവൻ ഇന്ന് രാത്രി മംഗലാപുരത്ത് വരും. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൽപ്പനയും ഞങ്ങൾ എത്തിച്ചേക്കാം. അവന് വിശ്വാസം വരാൻ അവളുടെ മുഖമൊന്ന് കാണിക്കേണ്ടി വരും. അവനെ ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. കൽപ്പനയുടെ ആളാണ് നീ എന്ന് അവന് തോന്നണം. ആ, ബാക്കിയെല്ലാം ഞങ്ങൾ വന്നിട്ടു. റൈറ്റ്, ഓക്കെ. ട്രാൻസ്ഫർ ഓർഡർ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ലല്ലോ. ട്രാൻസ്ഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലുള്ളൂ. ഈടോ അതൊന്നും സാരമില്ല. മിനിസ്റ്റർ നമ്മുടെയല്ലേ. ആ, ഞാനത് ക്യാൻസൽ ചെയ്തോളാം. താൻ ധൈര്യമായിട്ടിരിക്കടോ. ഈടോ മുരളീകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. ഈടോ കൂട്ടത്തിൽ നിന്ന് ഒരു കുതികാല് വെട്ടിയോണ്ടാ. അല്ലെങ്കിൽ ഞാനാണ് ഇപ്പൊ പത്തനംതിട്ട MLA. ഈടോ വെറും 716 വോട്ടിനാണ് ഞാൻ തോറ്റത്, അറിയോ? ഇല്ലെങ്കിൽ മന്ത്രിയാവണ്ടാണ് ഞാൻ. ആ, തലവരെ നന്നാവാനുണ്ട്. ആ, ശരി ശരി, ഓക്കെ എന്ന് പറഞ്ഞില്ലേ? ആ, ഈടോ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ആ, ഓക്കെ, കാണാം. ഓ, അടുത്തത് നിന്റെ അമ്മ പിന്നെയും വിളിക്കാം. നീ തന്നെ സമാനം പറ. ഞാൻ പറഞ്ഞു മടുത്തു. എന്റെ അമ്മയെ വക്കീൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ വരും. അച്ഛൻ ഇന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരുമെന്ന് അങ്കിൾ ഉറപ്പ് പറഞ്ഞല്ലേ. പിന്നെന്തിനാ അമ്മ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നേ? ഫോൺ വെക്ക്. എടാ, നീ അവളോട് ദേഷ്യപ്പെടൊന്നും വേണ്ട. ചന്ദ്രേട്ടന് ഇപ്പൊ ദിവസം എത്രയായി സബ് ജയിലില്. നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ടെൻഷൻ ഇല്ലെങ്കിലും അവൾക്ക് അവളുടെ കെട്ടിയവനെ കുറിച്ച് ഒരുപാട് ടെൻഷനുണ്ട്. ഇതൊക്കെ അവനവൻ തന്നെ വരുത്തിക്കൂട്ടിയതല്ലെങ്കിലേ അച്ഛൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ചേടാ, വക്കീലിനെ കാണുന്നില്ലല്ലോ. എവിടെ എന്റെ വക്കീലെ? ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി എന്നറിയോ? കോടതി തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ധൃതി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതാരാ? എന്റെ പെങ്ങളുടെ മോനാ. ഇവന്റെ അച്ഛനാ സബ് ജയിലിൽ കിടക്കുന്നത്. ചന്ദ്രമോൻ ഇത്രയും വലിയ മോനോ? അയാളെ കണ്ട അത്ര പ്രായം തോന്നിയില്ലല്ലോ. ആ, ചിലരൊക്കെ അങ്ങനെ വക്കീലെ. നമുക്ക് കോടതിയിലേക്ക് നീങ്ങാലോ? വാ. എടാ, നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ശരി, നിന്റെ ഇഷ്ടം. വാ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്ക് നാണക്കേടായിരിക്കും അച്ഛനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരുന്നൊക്കെ കണ്ടു നിൽക്കാൻ. ന്യൂ ജനറേഷൻ അല്ലേ.
ഹലോ മഹി, എവിടെ എത്തി ജെയിംസുട്ടി? പാണത്തൂര്, കാസർഗോഡാ. ഡ്രൈവ് ചെയ്യാണോ? അതെ, സുള്ളിയേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയാ ഞാൻ പറഞ്ഞ താവളം. ജെയിംസുട്ടി തനിച്ചേ ഉള്ളോ? തനിച്ചല്ല, ശിവജി ഉണ്ട്. എന്നാലും സൂക്ഷിക്കണേ ജെയിംസുട്ടി. ഓക്കെ. അതെ, ഞാനിനി അങ്ങോട്ട് വിളിക്കുന്നവരെ ഇങ്ങോട്ട് വിളിക്കില്ലടി. കാരണം മൊബൈൽ റിംഗ് പോലും അപകടമുണ്ടാക്കിയേക്കാവുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ശരി, പക്ഷെ ഇങ്ങോട്ട് വിളിക്കണം. ഞങ്ങളുടെ നില ഭദ്രമാണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ വിളിക്കൂ. വെക്കട്ടേടി. ഹലോ, നീ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? കൈവിലങ്ങിട്ട് അച്ഛനെ കോടതി കൊണ്ടുവന്ന് പ്രതിക്കുട്ടി കയറ്റി നിർത്തിക്കുന്ന കണ്ടാലേ എനിക്ക് വല്ല അഭിമാനമൊന്നും തോന്നില്ല. ഇവന്റെ വർത്താനം കേട്ടില്ലേ മുരളി? കൈവിലങ്ങ്, ഇതാര് പറഞ്ഞു നിന്നോട് ഇങ്ങനെയൊക്കെയാണെന്ന്? ആ മതി മതി, ഇവിടെ വെച്ച് അച്ഛനും മോനും തമ്മിൽ തർക്കമൊന്നും വേണ്ട. വാ, കാറിലോട്ട് കയറി. എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പൊക്കോട്ടെ. എനിക്ക് വേറെയും കേസുണ്ട്. ശരി, കാണാം വക്കീലെ. വക്കീലെ, താങ്ക്സ്, വളരെ നന്ദിയുണ്ട്. റിമാൻഡ് കാലാവധി തീരും മുമ്പേ ജാമ്യം വാങ്ങി തന്നില്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. അളിയോ, ആ വക്കീലിനോട് നന്ദിയൊന്നും പറയണ്ട. വക്കീൽ ഒരു കോപ്പും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അളിയനെ ജാമ്യത്തിൽ ഇറക്കിയത്, അറിയോ? ആ സ്മിത, അളിയൻ തന്നെ സംസാരിക്കുക. ഇടി ചന്ദ്രേട്ടനാ? ആ, ജാമ്യത്തിൽ ഇറങ്ങി. അങ്ങോട്ട് വരിക. ഓക്കെ. ആ അതെ, സുധയെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം ഞാൻ ഇറങ്ങിയെന്ന്. ഞാൻ മാത്രം ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാലും വേണ്ടേ. അളിയൻ വന്ന് വണ്ടി കയറി, വണ്ടിയിൽ നിന്ന് സംസാരിക്കാം. എടാ നീ കാർ എടുക്കുക. പറഞ്ഞേൽപ്പിച്ച സാധനങ്ങളെല്ലാം ഉണ്ട്. ചെരുപ്പോ? അപ്പോ നിനക്ക് വേണ്ട ചെരുപ്പ്? എന്റെ ചെരുപ്പ് അവിടെ ഇട്ടിട്ടാ പോയത്. അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. എങ്കിൽ വേഗം തയ്യാറായിക്കും. നരേന്ദ്ര, എന്നെയും കൂടി രക്ഷപ്പെടുത്തും നരേന്ദ്ര. ഒരു രക്ഷയില്ല നരേന്ദ്ര, പ്ലീസ്. ഈ കെട്ടിടത്തിന് ചുറ്റും കുറ്റിക്കാടാ, മലയിറങ്ങിയ കൊടും വനം, ആനയും പുലിയൊക്കെ ഉള്ള കാടാ. ആണുങ്ങൾ എങ്ങനെ ഓടി രക്ഷപ്പെടും? സ്ത്രീകൾക്കത് പറ്റില്ല. അതുമാത്രമല്ല, പൈസനിപ്പുഴ നീന്തി കിടക്കുകയും വേണം. എവിടെയെങ്കിലും ഒരു പാലം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതിന് മൈലുകളോളം ദൂരം നടക്കണം. അത്രയും സമയം നമുക്ക് കിട്ടത്തില്ല. നേരം വെളുക്കും മുമ്പ് കാസർഗോഡിന്റെ അതിർത്തി കടക്കണം. കണ്ണൂരും തലശ്ശേരിയും കടന്ന് കോഴിക്കോടെങ്കിലും എത്തണം. അല്ലെങ്കിൽ സദാനന്ദ ഷെട്ടി പുറകെ വന്ന് പിടിക്കും. പോലീസിലൊക്കെ നല്ല പിടിപാടുള്ള ആളാ. നരേന്ദ്ര, എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത്. ദൈവത്തെ ഓർത്തു. ദൈവം? നിനക്ക് എവരാടി ദൈവം? ചെകുത്താൻ ഓർത്തെന്ന് പറ. നരേന്ദ്ര, മാറുന്നില്ല. ഞാൻ ഡ്രസ് മാറട്ടെ. മാറി നിൽക്കാനാ ഞാൻ പറഞ്ഞത്. നരേന്ദ്ര, എന്നെ കൂടി രക്ഷിക്കും നരേന്ദ്ര. നിന്നെ രക്ഷിക്കാൻ പോയാ നീ തന്നെ വീണ്ടും ഒരിക്കൽ പാരയായിട്ട് വരും. അതെനിക്ക് ഉറപ്പാ. ഇല്ല നരേന്ദ്ര, ഒരിക്കലും ഇല്ല. ഈശ്വരനാണ് സത്യം. ആ നാമം ഇനി നിന്റെ നാവിന്ന് വീഴുന്നു. ചെകുത്താനാണ് സത്യം എന്ന് പറടി.
ചെകുത്താനാണ് സത്യം. കാര്യം കാണാൻ വേണ്ടി നീ ഇത് ചെകുത്താനും പിടിച്ച് ആണയിടും. നരേന്ദ്ര പ്ലീസ്, ഇവിടെ രക്ഷപ്പെടുത്തണോ? കാട്ടുകൂടി രാത്രിയിൽ എന്നെ ഈ കെട്ടിടത്തിന് പുറത്തിറക്കി തന്നാ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ ഒരടി ഞങ്ങളുടെ പുറകെ വരരുത്. കാടിന് പുറത്തെത്തിയാ പിന്നെ ഞാൻ കൂടെ വരില്ല. കണ്ട, അവള് പെട്ടെന്ന് വാക്ക് മാറി. ആദ്യം പറഞ്ഞ കെട്ടിടത്തിന് പുറത്തിറക്കിയാൽ മതി. കുറച്ചു ദൂരം നിങ്ങളുടെ പുറകെ വന്നോട്ടെ ഞാൻ. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീയോ നിന്റെ സഞ്ജയോ ഒരു തടസ്സമായി മാറരുത് എന്റെ മുന്നിൽ. ഒരിക്കലും വരില്ല. നിന്റെ നിഴല് പോലും എന്റെ മുന്നിൽ കാണാൻ ഇടവരരുത്. ഇല്ല നരേന്ദ്ര, ഒരിക്കലും ഇല്ല. ശീതളിന്റെ പേര് പോലും നീയോ നിന്റെ ഭർത്താവോ ഉച്ചരിക്കാൻ പാടില്ല, മരണം വരെ. ഇല്ല, ഞങ്ങൾ അവളുടെ മേൽ ഒരു അവകാശവും പറയില്ല. അവളുടെ സ്വത്തോ? അതിന്നും ഒരു ചില്ലി കാശ് പോലും ഞങ്ങൾക്ക് വേണ്ട. ഇവിടുന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അനുവദിച്ചാ മതി. ഇവളോടി പോരട്ടെ അല്ലേ, ഒരു ചാൻസ് കൂടി കൊടുക്കാം. ആ ഡ്രസ്സ് നിങ്ങൾ എടുക്കാണ്ടെങ്കിൽ പോയി എടുക്കാം. ആരാ അത്? നാഗരാജാണോ? അതെ. എന്താ നാഗരാജ? അതെ, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നീ ഇവിടുന്ന് ചത്തുവോ? ഇല്ല, ഇതില് തുണിയിട്ടിട്ടുള്ള അടിയല്ലേ? നാഗരാജനാ, അകത്ത് പാമ്പ്. ഇവിടെ മാതിരി തുറക്ക്. പാമ്പോ? ആ മൂർഖൻ, മാതിരി തുറക്ക്. എവിടെ പാമ്പ്? അവിടെ, അങ്ങോട്ട് പോയി. പൊക്കിയെടുത്ത് ഇങ്ങോട്ട്. ആ കയറങ്ങെടുക്ക. ഇനി ഇവിടെ നിൽക്കട്ടെ, വേഗം പോ. വാ. ആ ടോർച്ചിങ്ങിതാ. എന്തെങ്കിലും സംശയകരമായിട്ട് കണ്ട ഉടനെ കാട്ടിലേക്ക് കയറി ഒളിച്ചോളണം. എന്തായാലും കുറച്ചു ദൂരം നമുക്ക് ഈ മൺറോഡ് വഴി തന്നെ പോവാം. ആരുടെയെങ്കിലും കണ്ണിപ്പെടോ? ഇല്ല, പേടിക്കണ്ട.
കാറിൽ പോകുന്ന അപകടം. ലക്ഷണം കണ്ടിട്ട് ഇനി അധികം ദൂരം ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നടന്നു പോകുന്നതായിരിക്കും സുരക്ഷിതം. കുറച്ചു ദൂരം പോയി നോക്കിയാലോ? വെളിച്ചം മുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ ശ്രദ്ധിക്കും. കാർ എവിടെങ്കിലും മാറ്റിയിട്ടു. പെട്ടെന്ന് ആരുടെയും കണ്ണിപ്പെടാത്തൊരു ഒഴിഞ്ഞ് വളവ് നോക്കി പാർക്ക് ചെയ്താൽ മതി. ആ കാറിന്റെ ആരെങ്കിലും പണിയോ? കാറ്റ് കുത്തിയോടോ മറ്റോ ചെയ്താൽ നമ്മളാ കുടുങ്ങി പോകും. രാത്രിയായില്ലേ, ഇനി സാരമില്ല. ഗ്രാമപ്രദേശമായതുകൊണ്ട് വലിയ ശല്യം ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാനിവിടെ നിൽക്കാം. ജെയിംസ് പോയി കാർ പാർക്ക് ചെയ്തിട്ട് വാ.